KMCC എന്നും ജനങ്ങൾക്കൊപ്പമാണ്. KMCC മനുഷ്യർക്കൊപ്പമാണ്. KMCC പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതക്കൊപ്പമാണ്. നമ്മൾക്ക് ഓർക്കാൻ പറ്റാത്ത, നമ്മൾ വ്യഥാവിലായിപ്പോയ ഒരു വലിയ സങ്കടമായിരുന്നല്ലോ നമ്മുടെ കൊറോണ കാലം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സ്തംഭിച്ചു പോയൊരു സമയം. പ്രകൃതിയും ആകാശവും ഭൂമിയൊക്കെ മനുഷ്യനിൽ പരീക്ഷിക്കപ്പെട്ട വല്ലാത്തൊരു കാലം. ആ കാലത്ത് KMCC എന്ന് പറയുന്ന ഹ്യൂമാനിറ്റിയുള്ള, മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന, അവർ ചെയ്ത കാരുണ്യത്തിൻ്റെ ഒരു വലിയ ഹസ്തങ്ങൾ, കാരുണ്യത്തിൻ്റെ ഒരു കനലുകൾ. അങ്ങനെയാണ് കനലുകൾ എന്ന് പറയുന്നത്. കനലുകൾ ഉണ്ടായതാണ്. ഇപ്പോൾ KMCCയെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ലോകത്തെ 35 രാഷ്ട്രങ്ങളിലേക്ക് KMCC കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഗൾഫ് രാഷ്ട്രങ്ങളിലും യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു വലിയ സംഘടന, ഒരു വലിയ കൺസെപ്റ്റ്, ലോകം അംഗീകരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റ്, ലോകം കുടുങ്ങിപ്പോയ ഒരു സമയത്ത്, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും നിശ്ചലമായ സമയത്ത്, വിമാനങ്ങൾ നിശ്ചലമാക്കപ്പെട്ട സമയത്ത് KMCC ചെയ്ത വലിയ ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. കൊറോണ കാലത്ത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും, പ്രവാസികളെയും, ലോകത്തകപ്പെട്ടു പോയ, ഇരുട്ടിലകപ്പെട്ടു പോയ, വേദന അനുഭവിക്കുന്ന പല മനുഷ്യരെയും, അതിൽ ജാതി ഉണ്ടായിരുന്നില്ല, അതിൽ മതമുണ്ടായിരുന്നില്ല, അതിൽ വംശങ്ങളുണ്ടായിരുന്നില്ല, അതിലൊന്നും ഉണ്ടായിരുന്ന, നിറങ്ങളുണ്ടായിരുന്നില്ല, സ്വപ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷെ അവർ മനുഷ്യർക്കൊപ്പമായിരുന്നു. നൂറുകണക്കിന് ചാർട്ട് ചെയ്യപ്പെട്ട ഫ്ലൈറ്റുകളിലാണ് പ്രവാസികളെ, മനുഷ്യരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരു നിറകുടം അത് തുളുമ്പിയത് ആ കൊറോണയുടെ കാലത്താണ്. അന്ന് മുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട KMCC എന്ന പ്രസ്ഥാനം അതൊരു വലിയ ഹരിത രാഷ്ട്രീയത്തിൻ്റെ തണലിലാണ്. ആ ഹരിത രാഷ്ട്രീയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കൊടപ്പനക്കുന്നിലെ മതേതരത്വത്തിൻ്റെ, സെക്യുലറിസത്തിൻ്റെ പുതിയ മുഖം. നമ്മൾ മലയാളികൾ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മതസ്പർദ്ധയില്ലാത്ത ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന മനുഷ്യൻ, മാനുഷികതയുടെ വലിയ മനീഷി. അതിനുശേഷം വന്ന സാദിഖ് അലി തങ്ങൾ അതിൻ്റെ ഹരിത രാഷ്ട്രീയത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ ഈ KMCC അതിൻ്റെ മുന്നേറ്റം, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. 35 രാഷ്ട്രങ്ങളിലായിട്ട് KMCC അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇപ്പോൾ ഈ അടുത്ത് KM ഷാജി സാഹിബാണെന്ന് തോന്നുന്നു. ലോകത്ത് മുഴുവൻ ഈ സംഘടനയുടെ ചാരിറ്റി, ഈ ഹ്യൂമാനിറ്റി, മനുഷ്യൻ്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നമുക്ക് പോകണമെന്ന്, അങ്ങനെ ലോകത്തേക്ക് ഇത് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞ് KM ഷാജി സാഹിബിൻ്റെ ഒരു കൺസെപ്റ്റ് അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതിൻ്റെ ചർച്ചകൾ നടന്നു. 35 രാഷ്ട്രങ്ങളിൽ KMCC രൂപീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ലോകത്ത് ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ ലോകത്ത്, വേൾഡ് മുഴുവൻ ഒരു സ്നേഹത്തിൻ്റെ കൈത്തിരി അത് കൊളുത്താൻ പറ്റുന്നത് KMCCക്ക് മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറായിട്ട്, ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയർ ഏറ്റവും സൂക്ഷ്മതയോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഹരിത രാഷ്ട്രീയം, അതിൻ്റെ ഒരു കാരുണ്യ ഹസ്തങ്ങൾ, അത് KMCCയെക്കുറിച്ച് ഇത്ര മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. കൊറോണയുടെ കാലത്ത് അവരുണ്ടായിരുന്നു. ചൂരൽ മഴയിൽ മനുഷ്യൻ ഒഴുകിപ്പോയപ്പോൾ വയനാട്ടിലെ ജനതക്കൊപ്പം അവരുണ്ടായിരുന്നു. കോഴിക്കോട് CH സെൻറ്റർ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഒരു വലിയ കടലിൽ അവരുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാം KMCCയെ, വയനാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് KMCCയെ കാണാം. അങ്ങനെ ലോകത്ത് അവഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ദുരിതമനുഭവിക്കുന്ന, വിശക്കുന്നവൻ്റെ മുമ്പിലൊക്കെ KMCC എന്ന് പറയുന്നത് ഒരു വലിയ സ്നേഹത്തിൻ്റെ തിരിയാണ്, സ്നേഹത്തിൻ്റെ കടലാണ്, സ്നേഹത്തിൻ്റെ കൈത്തിരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പുതിയ ഈ വേൾഡ് KMCCയുടെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന ഒരു അഭിനന്ദനം അറിയിക്കുന്നു. ഒപ്പം എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആത്മസുഹൃത്തും സലാല KMCCയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ VC മുനീർ സാഹിബ്, അദ്ദേഹമാണ് എന്നെ ഹരിത രാഷ്ട്രീയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ താങ്ക്സ്, നിറഞ്ഞ സ്നേഹം. KMCC ഇനിയും ആകാശത്തോടൊപ്പം വളരട്ടെ, പ്രകൃതിയെയും ഭൂമിയെയും അറിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നിലനിൽക്കട്ടെ.